ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എക്സാം വന്നു അല്ലേ? എന്നാ എക്സാം മറക്കരുത് കേട്ടോ. ജൂൺ 12 അടിപൊളിയായിട്ട് നമുക്ക് എക്സാം എഴുതണം. അതിനുവേണ്ടി നമ്മൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഫീസ് 6000 ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 7-ാം തീയതിയാണ് അതിൻ്റെ 3rd ബാച്ച് തുടങ്ങുന്നത്. എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2ൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാറ്റഗറി നമ്പർ 026/2021. അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പറിൽ ഈ എക്സാം മുമ്പ് നടന്നിട്ടുണ്ട് 2021. അതിൽ ഡേ 1 നമ്മൾ പോസ്റ്റ് ചെയ്തതാണ്. ഇന്ന് ഡേ 2നെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനാണ് തരുന്നത്. മിസ്സാക്കിയാൽ നിങ്ങൾക്ക് വളരെ വലിയൊരു നഷ്ടമായിരിക്കും. കറക്റ്റായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ കോമൺ ടെക്നിക് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് പൗഡർ. ഓപ്ഷൻസ്: സൺ ഡ്രൈയിങ്, സ്പ്രേ ഡ്രൈയിങ്, ഫോം മാറ്റ് ഡ്രൈയിങ്, മെക്കാനിക്കൽ ഡ്രൈയിങ്. 4 ഓപ്ഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാണ് നമ്മൾ മിൽക്ക് പൗഡറിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് അല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ സ്പ്രേ ഡ്രൈയിങ് മെത്തേഡ് ആണെന്ന്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ടെക്നിക് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് മിൽക്ക് പൗഡർ. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള മിൽക്കിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിക്വിഡ് മിൽക്ക് ഇൻ ടു ഹോട്ട് എയർ ചാമ്പർ. മനസ്സിലായോ? ഇവിടെ എന്താ സംഭവിക്കുന്നത്, ലിക്വിഡ് മിൽക്കിനെ ഹോട്ട് എയർ ചാമ്പറിലോട്ട് മാറ്റുകയാണ്. അവിടെ ഈ വാട്ടർ കണ്ടന്റ് ഒക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി അവിടെ പിന്നെ എന്ത് മാത്രമാണ് ഉണ്ടാവുന്നത്, നമ്മുടെ മിൽക്ക് പൗഡർ മാത്രമായി അവശേഷിക്കും. ഇതൊരു വളരെ നല്ല മെത്തേഡാണെന്ന് പറയാൻ കാരണം ഹൈ ക്വാളിറ്റിയാണ്, യൂണിഫോം ആയിരിക്കും. നല്ലൊരു മിൽക്ക് പൗഡർ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഈ മെത്തേഡ് വഴി കിട്ടും. അതുകൊണ്ട് സ്പ്രേ ഡ്രൈയിങ് എന്ന് പറയുന്നതാണ് കോമൺ ആയിട്ട് മിൽക്ക് പൗഡറിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. ബ്ലാഞ്ചിങ് ഓഫ് വെജിറ്റബിൾസ് കോസസ് ഇനാക്ടിവേഷൻ ഓഫ് എൻസൈം, പ്രിസർവേഷൻ ഓഫ് ന്യൂട്രിയൻസ്, കുക്കിംഗ് ഓഫ് വെജിറ്റബിൾസ്, ഇൻക്രീസ്ഡ് മൈക്രോബിയൽ ഗ്രോത്ത്. അപ്പോൾ ഈ ബ്ലാഞ്ചിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. തിളപ്പിക്കുക അല്ലേ, ബോയിൽ ചെയ്യുക, എന്നിട്ട് അല്ലെങ്കിൽ ആവി കയറ്റുക, ബോയിൽ ചെയ്യുക. നമ്മൾ നമ്മുടെ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഈ മറ്റേ കോളിഫ്ലവറൊക്കെ ബോയിൽ ചെയ്തിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ, വേംസിനൊക്കെ കൊല്ലാൻ വേണ്ടി. ചിലർ ബോയിൽ ചെയ്യും, ചിലർ ചൂടുവെള്ളത്തിലിട്ടേക്കും, ചിലർ ഉപ്പ് വെള്ളത്തിലിട്ടേക്കും അല്ലേ. ഇങ്ങനെ ബോയിൽ ചെയ്യുന്ന ഒരു രീതിനെയാണ് നമ്മൾ ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. ബ്ലാഞ്ചിങ്ങിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ പ്രോസസ് വെർ വെജിറ്റബിൾസ് ആർ ബ്രീഫ്ലി ബോയിൽഡ് ഓർ സ്റ്റീംഡ്. ഒന്നുകിൽ ബോയിൽ ചെയ്യും അല്ലെങ്കിൽ സ്റ്റീം ചെയ്യും. ദെൻ ക്വിക്ക്ലി കൂൾ ഇൻ ടു ഐസ് വാട്ടർ. അപ്പോൾ ബോയിൽ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും, കൂൾ ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു പ്രോസസ്സ് മൂലം ഈ ഇനാക്ടിവേഷൻ ഓഫ് എൻസൈംസ് ആണ് നടക്കുന്നത്. കാരണം എന്താണെന്നറിയോ, നമ്മൾ അങ്ങനെ വെജിറ്റബിളിനെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന സമയത്ത് അതിലെ കളറ് നഷ്ടപ്പെടാം, ടെക്സ്ചർ നഷ്ടപ്പെടാം, നല്ല ഫ്ലേവർ ഉണ്ടെങ്കിൽ പോവും അല്ലേ. ചിലർ വെളുത്തുള്ളിയൊക്കെ ഈ കൊളസ്ട്രോളും ഒക്കെ കുറയാനായിട്ട് നല്ലതാണെന്ന് പറയും. അപ്പോൾ അതിനെ കട്ടിപ്പ് കുറയ്ക്കാനാണ് തിളപ്പിച്ച് കഴിക്കുന്നത് കാണാം പ്രായമായവരൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഫ്ലേവർ നഷ്ടപ്പെടുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടെക്സ്ചർ, ഫ്ലേവർ, കളറ് ഒക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പറയാം ഇനാക്ടിവേഷൻ ഓഫ് എൻസൈം ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സാധാരണ ഈ ഒരു ബ്ലാഞ്ചിങ് മെത്തേഡ് എവിടെ ഉപയോഗിക്കുന്നതെന്ന് അറിയോ? ഫ്രോസൺ പ്രോഡക്ട്സ് ഒക്കെ വിൽക്കും അല്ലേ പാക്കറ്റിൽ. അപ്പോൾ അവർ പ്രിസർവേഷൻ്റെ ഭാഗമായിട്ട് ബ്ലാഞ്ചിങ് ചെയ്ത് ചൂടാറിയ ശേഷമാണ് ഫ്രീസ് ചെയ്യുന്നത് വെജിറ്റബിൾസിനെ കേട്ടോ. കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി പ്രിസർവ് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് അഡിറ്റീവ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫ്ലേവർ പൊട്ടൻഷിയേറ്റർ: സോഡിയം ക്ലോറൈഡ്, മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, അസിഡുലന്റ്, സോഡിയം ബൈകാർബണേറ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫ്ലേവർ പൊട്ടൻഷിയേറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സോഡിയം ക്ലോറൈഡിനെ നമുക്കറിയാം നമ്മുടെ സാധാരണ സോൾട്ടാണ് അല്ലേ. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫ്ലേവർ കൂട്ടാനാണോ? അല്ല. എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ സീസണിങ് ഏജൻ്റ് ആയിട്ടാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫ്ലേവർ പൊട്ടൻഷിയേറ്റർ അല്ല.
ഓക്കെ. പിന്നെ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ MSG അല്ലേ? MSG മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. അജിനാമോട്ടോ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആളാണ്. നമ്മൾ കഴിക്കാൻ പാടില്ല, ക്യാൻസർ ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആൻസർ. ഫ്ലേവർ പൊട്ടൻഷ്യേറ്റർ ആയിട്ട് വരുന്നത്. കാരണം ഇറ്റ് എൻഹാൻസസ് ദ ഉമാമി ടേസ്റ്റ്. എന്താ ഈ ഉമാമി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഉമാമി യു ആണിത് കേട്ടോ. ഉമാമി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം രുചി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതായത് അതിൻ്റെതായ ഫ്ലേവർ, ആ ഫുഡിൻ്റെ ഫ്ലേവർ ഇല്ലെങ്കിലും ഈ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ നമ്മുടെ ഫുഡിന് കിട്ടും. അതിപ്പോൾ സൂപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള പ്രോഡക്റ്റിലായിക്കോട്ടെ, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ്. സോ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ഓർ MSG എന്ന് പറയുന്നതാണ് ഇതിൽ ഫ്ലേവർ പൊട്ടൻഷ്യേറ്റർ. അസിഡോലൈനിൻ്റെ പ്രത്യേകത ഇത് അസിഡിറ്റി കൂട്ടാൻ അല്ലെങ്കിൽ അസിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ, ഒരു പുളിപ്പ് രസം ഉണ്ടാവും അല്ലേ, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസിഡോലൈൻ യൂസ് ചെയ്യുന്നത്. അത് ഫ്ലേവർ പൊട്ടൻഷ്യേറ്റർ എന്ന് പറയാനൊന്നും പറ്റില്ല കേട്ടോ. ഫ്ലേവർ വ്യത്യാസമൊക്കെ വരും, പക്ഷെ ഇതുപോലെയല്ല. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് ഒരു ലെവനിങ് ഏജൻറ്റ്. എന്താ ലെവനിങ് ഏജൻറ്റ് എന്ന് പറയുക? ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊങ്ങി വരും. മാവ് ഇങ്ങനെ പൊങ്ങി വരില്ലേ? നമ്മൾ ഇപ്പോൾ നമ്മുടെ ദോശയും ഇഡ്ഡലിയൊക്കെ അരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ മാവിൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പതഞ്ഞ് വരും അല്ലേ? അതാണ് ലെവനിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് ആ രീതിയിൽ ലെവനിങ് ഏജൻ്റ് ആയിട്ട് ഇതിനെ ഉപയോഗിക്കാം. അല്ലാതെ ഫ്ലേവർ എൻഹാൻസ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത്ര നല്ലതൊന്നും അല്ല കേട്ടോ, കെമിക്കൽസ് ഒന്നും നല്ലതല്ല. ഓക്കെ. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നമ്മൾ ഫുഡുമായിട്ട് നമ്മൾ കിച്ചൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്തരം എക്സാമിനൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആട്രിബ്യൂട്ട്സ് ആർ നോട്ട് സെൻസറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫുഡ്? ഓപ്ഷൻസ്: അപ്പിയറൻസ്, കളർ, ടേസ്റ്റ്, ഫ്ലേവർ, ടെക്സ്ചർ, കൺസിസ്റ്റൻസി, കോമ്പോസിഷൻ, ന്യൂട്രിയൻസ്. ഈ തന്നിരിക്കുന്നതിൽ സെൻസറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫുഡ് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിചാരിക്കേണ്ട അമ്മോ ഇത് എന്ത് വലിയ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. സെൻസറി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ മണം കൊണ്ടോ രുചി കൊണ്ടോ കാഴ്ചയിലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സെൻസറി ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? അപ്പോൾ അങ്ങനെ അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പിയറൻസ് കണ്ടാൽ മനസ്സിലാവും അല്ലേ? കളറ് കണ്ടാൽ മനസ്സിലാവും. ടേസ്റ്റ് രുചിച്ച് നോക്കിയാൽ മതി. ടങ് യൂസ് ചെയ്ത സെൻസറി ഓർഗൻ ആണ് അല്ലേ ടങ് യൂസ് ചെയ്ത ടേസ്റ്റ് അറിയാം, ഫ്ലേവർ അറിയാം, ടെക്സ്ചർ, കൺസിസ്റ്റൻസി, ഫ്ലേവർ നമുക്കൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ അറിയാമല്ലോ അല്ലേ? അപ്പം അങ്ങനെ അല്ലാത്തത് ഏതാണ്? കോമ്പോസിഷൻ, ന്യൂട്രിയൻസ്. ഇത് നമ്മൾ സെൻസറി ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അല്ലേ? അതിൻ്റെ എത്രത്തോളം ഇത് എത്ര ആഡ് ചെയ്തിട്ടുണ്ട്, അത്ര ആഡ് ചെയ്തിട്ടുണ്ട്, മൈദ എന്തോരമുണ്ട് ഇതിൽ നമുക്ക് രുചിച്ച് നോക്കിയാൽ പറയാൻ പറ്റുമോ? ഇല്ല. ഒരു പക്ഷേ പഞ്ചസാരയുടെ അളവൊക്കെ നമുക്ക് പറയാം, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടില്ല. ന്യൂട്രിയൻസ്, ഇതിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, മറ്റുള്ള ഉണ്ട്, കലോറി ഒന്നും നമുക്ക് സെൻസറി ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിച്ചോടരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The sensory test in which food products are related from extremely like to extremely dislike is നല്ല രുചിയുള്ളത് തീരെ രുചിയില്ലാത്തത് എന്ന രീതിയിൽ നമ്മൾ റേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനൊരു ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവോ ആ ടെസ്റ്റ് ഏതാണെന്നുള്ളത്? ഹെഡോണിക് ടെസ്റ്റ്, ത്രെഷോൾഡ് ടെസ്റ്റ്, ട്രയാങ്കിൾ ടെസ്റ്റ്, ട്രിയോ ടെസ്റ്റ്. നമുക്കൊന്നും അറിയില്ല ഇങ്ങനെ ഒരു ടെസ്റ്റ് ഉള്ളത്. നമുക്ക് ടേസ്റ്റ് നല്ല അടിപൊളി മുതൽക്ക് പൊട്ട എന്ന് പറയുന്ന രീതിയിൽ വരെ നമുക്ക് റേറ്റ് ചെയ്യാനായിട്ട് ഒരു സെൻസറി ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഹെഡോണിക് ടെസ്റ്റ്. നല്ല രുചിയുള്ളത് മുതൽ തീരെ രുചി ഇല്ലാത്തത് എന്ന് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം എന്താണെന്നറിയോ? 9 പോയിന്റ് ഹെഡോണിക് സ്കെയിലാണ് കേട്ടോ. 9 പോയിന്റ് ഹെഡോണിക് സ്കെയിലാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. എന്തിനാ? എക്സ്ട്രീംലി ഡിസ്ലൈക്ക് ടു എക്സ്ട്രീംലി ലൈക്ക് എന്ന് പറയുന്നത് ആ ഒരു റേഞ്ച് നമുക്ക് കിട്ടാനായിട്ട്. അതിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് പറയാം? കൺസ്യൂമറിന് ഈ ഫുഡ് എത്രത്തോളം ഇഷ്ടപ്പെടും, അക്സെപ്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സുക്രോസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഫോളോയിങ് 2 sugars: ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്, ഗ്ലൂക്കോസ് ആൻഡ് ലാക്ടോസ്, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്താ ആൻസർ വരുന്നത്? ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലേ? ഈ സൂക്രോസിൻ്റെ പ്രത്യേകത എന്താ?
ഇതൊരു ഡൈസാക്രൈഡ് ആണ്. ഇതിൽ കമ്പോസ് ചെയ്തിട്ടുള്ള 2 ആളുകളാണ്. ആരൊക്കെയാണ്? ഒന്ന് ഗ്ലൂക്കോസും ഒന്ന് ഫ്രക്ടോസും അല്ലേ. ഇതിന് ഒരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ടിന്റെ പേര് പലർക്കും അറിയുണ്ടാവില്ല. ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഗ്ലൈക്കോസിഡിക് ബോണ്ടാണേ. ഗ്ലൈക്കോസിഡിക്. ഓക്കെ, ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഈ സൂക്രോസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്, അതെല്ലാവർക്കും അറിയാം, ടേബിൾ ഷുഗർ. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മോശമൊന്നുമില്ല, വേഗം പഠിച്ചെടുത്തോളൂ കേട്ടോ. ടേബിൾ ഷുഗർ. ഗ്ലൂക്കോസും ഫ്രക്ടോസാണ് ലിങ്ക് ചെയ്തിരിക്കുന്ന ബോണ്ട് ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്ന ആളാണ് നമ്മുടെ സൂക്രോസ്. ഷുഗർ കെയിനിൽ നിന്നാണ് നമ്മൾ ഈ ടേബിൾ ഷുഗർ അല്ലെങ്കിൽ സൂക്രോസിനെ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഷുഗർ വിത്ത് ഹയസ്റ്റ് സ്വീറ്റ്നെസ് എമംഗ് ദ ഫോളോയിങ്. ഓപ്ഷൻസ്: ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, ലാക്ടോസ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഷുഗറിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹയസ്റ്റ് സ്വീറ്റ്നെസ് ഏതിനാണ് എന്ന രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം? ഫ്രക്ടോസ് ആണ് കേട്ടോ. ഹയസ്റ്റ് സ്വീറ്റസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഫ്രക്ടോസ് ആണ്. എല്ലാ സ്വീറ്റ്നെസ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ, ഷുഗേഴ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ, ഫ്രക്ടോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.22, 1.8. ഇത്ര അധികം ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ സൂക്രോസിൻ്റെ കേസിലാണെങ്കിൽ വരുന്നത് 1.0 ആണ്. ഗ്ലൂക്കോസ് ആണെങ്കിലോ 0.62, 0.8 ആണ്. ഓക്കെ, ഇനി ലാക്ടോസ് ആണെങ്കിൽ 0.22, 0.4. ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെയൊക്കെ സ്വീറ്റ്നെസ് വരുന്നത്. ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കാന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ഫ്രക്ടോസിന് തന്നെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഉള്ള ഒരു ആൻസർ കൂടിയാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഒന്നും നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. നെക്സ്റ്റ് വൺ, എ ഫാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബേക്കറി പ്രോഡക്ട്സ്. ഓപ്ഷൻ: സൂക്രോസ് പോളിയസ്റ്റർ, സൂക്രോസ് പോളിയോൾ, മാൽറ്റിറ്റോൾ, സൂക്രലൈസ്. ഫാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫാറ്റിനൊക്കെ നല്ല റേറ്റ് അല്ലേ. അപ്പോൾ ഈ ബേക്കറിക്കാർ എന്ത് ചെയ്യുമെന്ന് അറിയാം? ഫാറ്റിനെ പോലെയുള്ള കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്യും ബേക്കറി പ്രോഡക്ട്സിൽ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നമുക്ക് ഫാറ്റിൻ്റെ ടേസ്റ്റ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ സൂക്രോസ് പോളിയസ്റ്റർ എന്ന് പറയുന്നത്. അതിനുള്ള ഇതാണ് ഇവർ ബേക്കറി പ്രോഡക്റ്റിൽ ഉപയോഗിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഒലസ്ട്ര. ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. സൂക്രോസ് പോളിയസ്റ്ററിന് എക്സാമ്പിളാണ് ഒലസ്ട്ര. ഇറ്റ് ഈസ് എ ഫാറ്റ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബേക്കറി പ്രോഡക്ട്സ് ആൻഡ് അതർ ഫുഡ് ഐറ്റം. അപ്പോൾ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. മാത്രമല്ല അതേ ഒരു ടെക്സ്ചറും അതുപോലെ തന്നെ ആ ഒരു രുചി നിലനിർത്താനും സാധിക്കും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൂക്രോസ് ഉണ്ടല്ലോ, സൂക്രോസിന് ഫാറ്റി ആസിഡിനെയും കൂടിയിട്ട് എസ്റ്ററിഫിക്കേഷൻ നടത്തിയിട്ടാണ്, അതായത് എസ്റ്ററിഫൈങ് സൂക്രോസ് വിത്ത് ഫാറ്റി ആസിഡ് ക്രിയേറ്റിംഗ് എ ഫാറ്റ് ലൈക്ക് സബ്സ്റ്റൻസ്. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നമ്മുടെ ബോഡിക്ക് ഇത് ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ചെയ്യാനോ അബ്സോർബ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ ഡേഞ്ചർ അല്ലേ. ഇത് അങ്ങനെ കിടക്കും, കൊഴുപ്പടിഞ്ഞു കൂടിയ പോലെ കിടക്കും, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ. അതുകൊണ്ടാണ് ബേക്കറി പ്രോഡക്ട്സ് ഒന്നും അധികം കഴിക്കരുത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതാണ് അതിൽ ആൻസർ വരുന്നത്. ഏതാണ്? സൂക്രോസ് പോളിയസ്റ്റർ ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ സൂക്രോസ് പോളിയോൾ ഉണ്ട്. ഇതൊരു കോമൺ ഫാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നല്ല. മാൽറ്റിറ്റോൾ ഉണ്ട്. മാൽറ്റിറ്റോളിൻ്റെ പ്രത്യേകത ഇതൊരു ഷുഗർ ആൽക്കഹോൾ ആണ്. ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, ഫാറ്റ് അല്ല. പിന്നെ സൂക്രലോസിൻ്റെ പ്രത്യേകത ഇത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണ്. അതും ഷുഗറിന് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത്, നോട്ട് ഫാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Industrial effluents cause a high content of this metal contaminant in fish. ഓപ്ഷൻസ്: ലെഡ്, മെർക്കുറി, ആർസനിക്, സിങ്ക്. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? മെറ്റൽ കണ്ടാമിനന്റ് ഇൻ ഫിഷ്. ഈ നമ്മൾ ഈ ഫാക്ടറിയിൽ നിന്നും അതുപോലെ കെമിക്കൽ പ്ലാന്റ്സ്, മൈനിങ് ഓപ്പറേഷൻ, കോൾ ബേണിംഗ് ഇൻഡസ്ട്രി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും വേസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? അടുത്തുള്ള പുഴയിലേക്കോ കായലിലേക്കോ ഒക്കെ പോകും അല്ലേ. വാട്ടർ ബോഡിയിലോട്ടാണ് ഇത് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ഉണ്ടാവുന്ന ആളാണ് നമ്മുടെ മെർക്കുറി എന്ന് പറയുന്നത്. ഇത് ഈ മെർക്കുറി പിന്നീട് മൈക്രോ ഓർഗാനിസുമായിട്ട് റിയാക്ഷനൊക്കെ നടന്ന് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം? മെത്തിലേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. മെത്തിലേഷൻ. എന്നിട്ട് മീഥൈൽ മെർക്കുറി അവിടെ ഫോം ചെയ്യും. ഇതൊക്കെ നോട്ട് ചെയ്തോളൂ കേട്ടോ. അടുത്ത തവണ സെയിം ക്വസ്റ്റ്യൻ ആവില്ല, മാറി ചോദിക്കും. മനസ്സിലായോ? അപ്പം നമുക്ക് കിട്ടണം. മെത്തിലേഷൻ നടന്നിട്ട് മീഥൈൽ മെർക്കുറി ആയിട്ട് മാറും.
അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇത് ഫിഷിൻ്റെ ഒക്കെ ബോഡിയിൽ, അതായത് ബയോ അക്യുമുലേഷൻ ആൻഡ് ബയോ മാഗ്നിഫിക്കേഷൻ പ്രോസസ്സ് വഴി നമ്മുടെ ഫിഷിൻ്റെ ഉള്ളിലേക്ക് എത്തും. ഈ ഫിഷിനെ ആരാ കഴിക്കുന്നത്? നമ്മൾ തന്നെ കഴിക്കുന്നത് അല്ലേ? അത് മെർക്കുറി പോയ്സണിങ് ഇൻ ഹ്യൂമനിലോട്ട് വരും. മനസ്സിലായി? അത് നമ്മൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത്. എഫക്റ്റിംഗ് ദ നെർവസ് സിസ്റ്റം ആൻഡ് കോസിങ് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ്. മനസ്സിലായോ? അപ്പോൾ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് കോസ് എ ഹൈ കണ്ടന്റ് ഓഫ് ദിസ് മെറ്റൽ. വിച്ച് മെറ്റൽ? മെർക്കുറി. ഈ വേസ്റ്റേജ് വാട്ടറിൽ നിന്നൊക്കെ വാട്ടർ ബോഡിയിലോട്ട് പോകുമ്പോൾ മെത്തിലേഷൻ നടന്ന് മീഥൈൽ മെർക്കുറി വരും. മീഥൈൽ മെർക്കുറി ബയോ മാഗ്നിഫിക്കേഷൻ ആൻഡ് അക്യുമുലേഷൻ പ്രോസസ്സ് വഴി ഫിഷിൽ അക്യുമുലേറ്റ് ചെയ്യും. ആ ഫിഷിൽ നിന്ന് ഹ്യൂമനിലോട്ട് എത്തും. അപ്പം നമുക്കുള്ള കുഴി നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആരും തിരിച്ചറിയുന്നില്ല അല്ലേ? അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. Which of the following food sold commercially is most likely to carry harmful organism? Cheese sandwich, potato cutlet, pizza, raw vegetable salad. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള, നമുക്കൊന്ന് ചിന്തിച്ചാൽ പറയാൻ പറ്റും. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് കുറേ കമേഴ്സ്യലി നമുക്ക് കുറേ ഫുഡുകൾ വാങ്ങാൻ കിട്ടും അല്ലേ? അതിലെ ഹാംഫുൾ ഓർഗാനിസത്തിനെ ക്യാരി ചെയ്യുന്നത് ഏതാണ് എന്നാണ്. ചീസ് സാൻഡ്വിച്ച്, പൊട്ടാറ്റോ കട്ട്ലേറ്റ്, പിസ്സ, ഇവർ 3 പേരും കുക്ക് ചെയ്തിട്ടാണ് വരുന്നത് അല്ലേ? കുക്ക് ചെയ്ത് വരുമ്പോൾ കുറേയൊക്കെ ഹാംഫുൾ ഓർഗാനിസം ചത്തുപോവും, നശിച്ചു പോവും. പക്ഷേ റോ വെജിറ്റബിൾ സാലഡ് എന്ന് പറയുമ്പോൾ ഇവർ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കുക്കിങ്ങും ഒന്നും അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ടാവാൻ കാരണം നോട്ട് കുക്ക്ഡ് ആയതുകൊണ്ട്, ഇറ്റ് ഈസ് നോട്ട് കുക്ക്ഡ്. അതായത് ബാക്ടീരിയ, വൈറസ്, പാരസൈറ്റ് അതൊക്കെ നമുക്ക് ഈ ഒരു വെജിറ്റബിൾസിൽ ഓൾറെഡി പ്രസൻ്റ് ആയിരിക്കും. മാത്രമല്ല നമ്മൾ നല്ലൊരു രീതിയിലല്ല ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അൺവാഷ്ഡ് ആണ്, അല്ലെങ്കിൽ ഇംപ്രോപ്പർലി വാഷ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ആണ്. നമ്മുടെ ഹാൻഡ്സ് വേണ്ട രീതിയിൽ വാഷ് ചെയ്തിട്ടില്ല, വെജിറ്റബിൾ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടില്ല. അതായത് അൺക്ലീൻ ആയിട്ടുള്ള ഹാൻഡ്സ് ഒക്കെയാണ് എങ്കിൽ, ഡേർട്ടി സർഫസിൽ വെച്ചാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഈ റോ മീറ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ കണ്ടാമിനേഷൻസ് വരാം. പക്ഷേ ഈ ചീസ് സാൻഡ്വിച്ച് ആയിക്കോട്ടെ, കട്ട്ലേറ്റ്, പിസ്സ എന്നൊക്കെ പറയുമ്പം ഇതൊക്കെ ഹാംഫുൾ പാത്തജൻസ് ഹീറ്റിങ്ങിലൂടെയും കുക്കിങ്ങിലൂടെയൊക്കെ എലിമിനേറ്റ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. സോ റോ വെജിറ്റബിൾ സാലഡ് ഒരിക്കലും നമ്മൾ പുറത്തുനിന്ന് കഴിക്കേണ്ട. അതാണ് അതിന് മരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഒരൊറ്റ വീഡിയോ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കാനും ശ്രമിക്കുക. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക്